നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും തീരെ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായി അറിയുന്നവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. പെറ്റമ്മയേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക. തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും. ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ നിങ്ങൾ പങ്കുചേരുക. വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുഷിപ്പ് തോന്നും. അപ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുകയില്ല. പ്രാർത്ഥനയുടെ കുറവ് മൂലം നമ്മുടെ ജീവിത നിയോഗങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഏറ്റവും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുക. എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും മേരീസ് ലൈറ്റ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ എഴുതിയിടുന്ന നിയോഗങ്ങൾക്കു വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങളും ആമേനും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യക മറിയമേ, ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. പിശാചിന്റെ തല തകർത്തവളായ സ്വർഗറാണി, ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് വാസമുറപ്പിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും വന്നു ഭവിച്ച ദുഷ്ടന്റെ കുതന്ത്രങ്ങളെ വേരോടെ പിഴുതെറിയണമേ. അതുവഴി സമാധാനപൂർണവും ശാന്തവുമായ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. അമ്മയുടെ ഈ മക്കൾ അവിടുത്തെ ദയയ്ക്കായി കാത്തിരിക്കുന്നു. ജപമാല മാതാവേ, ദിവസേന ജപമാല ചൊല്ലി എൻ്റെ ആത്മാവും ജീവനുമായ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് അവിടുത്തെ വാഗ്ദാനത്തിൽ ഞങ്ങൾ പ്രത്യാശയർപ്പിക്കുന്നു. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ മോചിപ്പിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾക്കുള്ളതെല്ലാം അമ്മയുടെ സംരക്ഷണയിൽ ഭരമേൽപ്പിക്കുന്നു. സകല മനുഷ്യരിലും ശ്രേഷ്ഠയും പുണ്യങ്ങളാൽ അലങ്കൃതയുമായ സ്വർഗീയ റോസാപുഷ്പമേ, ഞങ്ങളുടെ ഈ ലോക ജീവിതത്തിൽ അനേകം പ്രതിബന്ധങ്ങളും പ്രലോഭനങ്ങളും തരണം ചെയ്യേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും എപ്പോഴും സഹായം ചെയ്യുന്ന സഹായമാതാവേ, ഇന്നുവരെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും സന്തോഷങ്ങൾക്കും വിജയങ്ങൾക്കും ഞങ്ങളിപ്പോൾ നന്ദി പറയുന്നു. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജീവിത ക്ലേശങ്ങളും മനസ്സുരുകുന്ന വേദനകളും കടബാധ്യതകളും നഷ്ടങ്ങളും മറ്റെല്ലാ ജീവിത നിയോഗങ്ങളും അങ്ങേ പക്കലേക്ക് ഉയർത്തുന്നു. ഞങ്ങൾ ബലഹീനരാണ്. അവിടുത്തെ മാധ്യസ്ഥം ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാ പാപാവസ്ഥകളും തടസ്സങ്ങളും ബന്ധനങ്ങളും നീക്കി നിരന്തരം ഞങ്ങളെ സഹായിക്കണമേ. ആവശ്യങ്ങൾ നിറവേറ്റി തരണമേ. കൃപാസനത്തിലെ പ്രാർത്ഥനകളോട് ചേർത്ത് വെച്ച് കൃപാസന സഹായ മാതാവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ യാചിക്കുന്ന ഈ അപേക്ഷകൾ, നിങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾ ഇവിടെ സമർപ്പിക്കുക. നിന്റെ തിരുക്കുമാരന് കാഴ്ചവെക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അമ്മേ, പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം നേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, 2004
ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും നിങ്ങളുടെ നിയോഗം ഇവിടെ പറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ.